വെൽക്കം ടു MJ's ലേണിംഗ് സ്പോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ലൈഫിൽ ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു മെയിൻ ഒരു സംഭവം ഇല്ലാത്ത പോലത്തെ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ്. അതായത് ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഓൾമോസ്റ്റ് ഒരു സാധനവും വർക്ക് ചെയ്യില്ല, കാരണം എല്ലാം ഇലക്ട്രിസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഇലക്ട്രിസിറ്റീനെ ഡിപ്പെൻഡായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലുണ്ട്, അത് വെച്ചിട്ട് അരയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ മിക്സർ ഗ്രൈൻഡർ വന്നു, സ്വിച്ച് ഓണാക്കി ആ പണി അത് ചെയ്തോളൂ. പിന്നെ പണ്ടാണെങ്കിൽ ഇപ്പം ചൂടെടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ഫാന് പോലെ നമ്മൾ പാളനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി വീശുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ഇലക്ട്രിക് ഫാൻ ഉണ്ട്, കാറ്റ് വെള്ളം. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും, മാത്രമല്ല ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിലും TV വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ മൊബൈൽ ഫോൺ, അതും ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യാനോ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ പണ്ട് വിളക്ക് എത്തിച്ച് വെക്കുന്നതിന് പകരം ഇപ്പോൾ നമുക്ക് ലൈറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ഫോം ഓഫ് എനർജി ഇല്ലാതെ ഇപ്പം നമുക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. പക്ഷേ നിങ്ങളിപ്പം ഒരു കാര്യം ആലോചിക്കുക, അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സാധനങ്ങൾ, ഉപകരണങ്ങളുണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി വെച്ച് വർക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാടുണ്ടാവും. കാരണം ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ TV, ലൈറ്റ്, ഫാന്, പിന്നെ കിച്ചണിലാണെങ്കിൽ ഇപ്പോൾ മിക്സർ ഗ്രൈൻഡർ ഉണ്ടാവും, ചിലവരുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും, പിന്നെ മൈക്രോവേവ് ഓവൻ, നിങ്ങളുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒക്കെ നമ്മൾ നോക്കുമ്പം നമ്മൾ കൊടുക്കുന്നത് എന്താ? ഒരേ എനർജിയാണ് അല്ലേ? ഇലക്ട്രിക് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടോ ഒക്കെ പലത് വ്യത്യാസമല്ലേ? അതിപ്പോൾ ഫാനിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി സെയിം ആണ്. ആ സാധനം ഫാനിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കാറ്റ് കിട്ടും. നേരെ മറിച്ച് അതൊരു ബൾബിനകത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ലൈറ്റാണ് കിട്ടുന്നത്. അതുപോലെ TV സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷ്വൽസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു അയൺ ബോക്സിലാണ് കൊടുക്കുന്നതെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എല്ലാം സെയിം ആണ്, അതായത് സെയിം ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാം വ്യത്യസ്തമാണ്. അതായത് ഓരോ ഉപകരണത്തിനനുസരിച്ച് ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം? അതായത് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതായത് എനർജി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു എനർജി നമുക്ക് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെയും നടക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഡിവൈസിൽ അപ്പം ഉണ്ടാകുന്ന ആ എഫക്റ്റിനെയാണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ the useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. അതായത് നമ്മളിപ്പോൾ ഒരു ഡിവൈസിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുകയാണ്. ഇപ്പം എക്സാമ്പിൾ ആണെങ്കിൽ നമുക്കൊരു അയൺ ബോക്സ് പറയാം. നമ്മൾ ഇസ്തിരി ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ അയൺ ബോക്സ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇലക്ട്രിക്കൽ കറണ്ട് ആ ഒരു ഡിവൈസിലേക്ക് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഡിവൈസ് ആ എനർജീനെ ഒരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു അയൺ ബോക്സിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പം ആ അയൺ ബോക്സിൻ്റെ ആവശ്യം എന്താ? നമുക്ക് ആ ഹീറ്റ് വന്നിട്ട് നമുക്കത് അയൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ എനർജി, ഇലക്ട്രിക്കൽ എനർജീനെ, അത് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ആ കേസിൽ. അപ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് ആ ഡിവൈസ് അതിനെ കൺവേർട്ട് ചെയ്തു, ആ ഇലക്ട്രിക്കൽ എനർജീനെ. അപ്പം ആ ഒരു എഫക്റ്റിനെയാണ് ആ ഡിവൈസിനകത്തുള്ള എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡിവൈസും ആയിക്കോട്ടെ, ആ ഡിവൈസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോം ഓഫ് എനർജിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രിക്കൽ എനർജിക്ക് ആ ഡിവൈസിൽ ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ ദാറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു, അപ്പോൾ ഒരു അയൺ ബോക്സിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്
ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. അതിനകത്ത് എങ്ങനെയൊക്കെയായിരിക്കും ആ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഇലക്ട്രിക് ബൾബ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് എനർജി കൺവേർഷൻ നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു, അതെങ്ങനെ കൺവേർട്ടായി? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ടായി. ഇനിയിപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ, അവിടെ നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഇതിനെ കുക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് വേണം. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് കൺവേർഷൻ? നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടായി. ഇനിയിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ ഫാന്, അത് നമുക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, വിൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ട് കൊടുത്തു, അത് ആ ഡിവൈസ് എങ്ങനെ കൺവേർട്ട് ചെയ്തു? മെക്കാനിക്കൽ എനർജി ആയിട്ട്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിവൈസിനകത്ത് എന്തെങ്കിലും ഒരു മോഷൻ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ അതാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുക. അപ്പോൾ ഫാനിനകത്താണെങ്കിൽ അത് റൊട്ടേറ്റ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. സെയിം വേ ഇപ്പം ഇലക്ട്രിക്കൽ അയൺ ബോക്സ്, നമുക്ക് ഹീറ്റ് കിട്ടണം. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇപ്പം വീട്ടിൽ യൂസ് ചെയ്യുന്ന മിക്സർ ഗ്രൈൻഡർ ഉണ്ടാവും, നമ്മുടെ മിക്സി, അവിടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫുഡൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഇത് തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ എന്താണ്, അവിടെ ഒരു മൂവ്മെൻ്റ് അല്ലേ കിട്ടുന്നത്, അപ്പോൾ മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിലും നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ ഡിവൈസ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോം ഓഫ് എനർജിയാണോ വേണ്ടത് ആ എനർജിയിലേക്ക് അത് കൺവേർഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഒന്ന് ജസ്റ്റ് നോക്കുക, അതെങ്ങനെയാണ് ആ എനർജി ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എന്നുള്ളത് ഒന്ന് ടാബ്ലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു അതിൻ്റെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഓൺ എ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ഈ നമ്മൾ കൊടുക്കുന്നൊരു ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് ഈ രീതിയിലുള്ള പല ഫോം ഓഫ് എനർജിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി പഠിക്കാനുള്ള കുറച്ച് എഫക്ട്സ് ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് നോക്കാം. അപ്പം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം ഇലക്ട്രിസിറ്റി ഒരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസസ് ഉണ്ട്? മെയിനായിട്ട് ഇപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതായിരിക്കും ഇലക്ട്രിക് അയൺ ബോക്സ്, നമുക്ക് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം ഗ്യാസ് സ്റ്റവ് അല്ലാത്ത പല സ്ഥലത്തും ഉണ്ടാവുന്നതാണ് ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടാവും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാവും, മൈക്രോവേവ് ഓവൻ ഉണ്ടാവും. ഇതെല്ലാം ഇലക്ട്രിക്കൽ എനർജീനെ സം ഫോം ഓഫ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ മെയിൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവം നമുക്കൊരു സർക്യൂട്ടിൽ നോക്കാം. അതായത് ഒരു നിക്രോം വയറുണ്ട്, അങ്ങനെ ഒരു കോയിൽ പോലെ ആക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തു. ഇപ്പോൾ ഒരു 6 വോൾട്ട് ബാറ്ററി വെച്ചിട്ട് കൊടുത്തു.
ഇവിടെ ഒരു നിക്രോം വയറുണ്ട്, ഇത് സ്വിച്ച്. സിമ്പിൾസ് നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉള്ളൊരു വയറൊക്കെ അല്ലെങ്കിൽ കോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുക. പിന്നെ DC സപ്ലൈ അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് അതിൻ്റെ ലെങ്ത് അനുസരിച്ച് മാറും. പിന്നെ സ്വിച്ചിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഒന്നെങ്കിൽ ഇതേപോലെ ഇടും, അല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു കാര്യം കൂടെ ഇട്ടിട്ട് ഇവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആയി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പം കുറച്ച് നേരം വെച്ച് കഴിയുമ്പം ഈ വയർ ചൂടാവാൻ തുടങ്ങും. ചൂടായിട്ട് റെഡ് ഹോട്ട് സ്റ്റേറ്റ് എത്തും. റെഡ് ഹോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചൂട് ആയതിന് ശേഷം ഒരു റെഡ് കളറിൽ അത് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അത്രയും ഹീറ്റ് ആവും. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു അയൺ പീസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ നേരം തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറാവുമല്ലോ ചൂടായിട്ട്. ആ സെയിം കണ്ടീഷൻ ഈ നിക്രോം വയർ എത്തും. അങ്ങനെയാണത് ഹീറ്റ് ആവുന്നത്. അപ്പോൾ ഇതേപോലൊരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ വീട്ടിലൊരു ഇലക്ട്രിക്കൽ ഹീറ്ററാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. നോർമൽ ഒരു വട്ടത്തിലുള്ള ടൈപ്പ് ഹീറ്റർ ഉണ്ടാവും, 2 വയറെ വെച്ചിട്ടുള്ള. അപ്പോൾ അത് നിങ്ങളൊന്ന് ഊരി നോക്കിയാൽ അറിയാം. വീട്ടിലുള്ള വർക്ക് ചെയ്യുന്ന സാധനം വെറുതെ ഊരി നോക്കി പണിയാറുണ്ട്. കേടായത് വല്ലതും ഉണ്ടെങ്കിൽ അത് ഊരി നോക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്കറിയാം അതിനുള്ളിലൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു കോയിൽ വെച്ചിട്ടുണ്ടാവും. ഈ കോയിലാണ് അവിടെ ഹീറ്റ് ആവുന്നത്. എന്നിട്ടാണ് നമുക്ക് ആ ഹീറ്റ് എനർജി കിട്ടുന്നത്. അപ്പോൾ ഇത്തരം വയറാണ് നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം കുറച്ച് ടേംസ് പഠിക്കണം. ഒന്ന് നിന്ന് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിവൈസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എത്ര എനർജി, ക്വാണ്ടിറ്റി ഓഫ് എനർജി ഒരു സെക്കൻഡിൽ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി. അതായത് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് that flows through a conductor in 1 second. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി. അപ്പം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കഴിഞ്ഞ 9th പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ചാർജ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് ചാർജ് ആണല്ലോ ഇലക്ട്രോൺസ്. അപ്പോൾ ആ ഇലക്ട്രോൺസിനെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ I എന്ന് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റിയെ നമ്മൾ I എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ചാർജിനെ നമ്മൾ Q എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ഒരു പെർട്ടിക്കുലർ ടൈം, ഇവിടെ ടൈം 1 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ടൈമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ quantity of charge that flows through a conductor in 1 second. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ടോട്ടലായിട്ട് ട്രാവൽ ചെയ്ത ഇലക്ട്രിക്കൽ ചാർജ് ആണ് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി. അപ്പോൾ എത്ര ചാർജ് പാസ് ചെയ്തു, എത്ര ടൈമിൽ പാസ് ചെയ്തു, അത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി കിട്ടും. I = Q/T. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ 2 എൻഡും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം.
അല്ലേ? അപ്പം അതും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ 9th കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഈ വോൾട്ടേജ് ഡിഫറൻസ്, കറണ്ട്, പിന്നെ ഓംസിലോ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ട് ഡിഫൈൻ ചെയ്യണമെന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേംസ് പറഞ്ഞു പോകുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ് ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് മാത്രമായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ക്ലാസ് വെക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ടിനകത്ത്, ഒരു കണ്ടക്ടറിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡ് തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, എന്നാലേ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അതിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. നമ്മളത് വി വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു വയറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏതൊരു കണ്ടക്ടർ ആയാലും അതിന് ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ നിക്രോം വയർ എന്ന് പറഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസും കൂടെ കൊണ്ടാണ് ഇവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്നാലല്ലേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ആ വോൾട്ടേജ് ഒരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാം, കറണ്ട് നമ്മൾ അമ്മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ റെസിസ്റ്റൻസ് അറിയാലോ. എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കാം? R = V/I, അതായത് നമ്മുടെ ഓംസിലോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കണ്ടക്ടറിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അതായത് രണ്ട് കണ്ടക്ടറിന് രണ്ട് എൻഡ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിലൂടെ നമ്മൾ ചാർജ് പാസ് ചെയ്യാണ്, അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് വിൽ ബി 1 volt ഇഫ് 1 joule ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point ടു അനദർ. അതായത് 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു കണ്ടക്ടർ, അതിലൂടെ 1 coulomb ഓഫ് ചാർജ് നമുക്ക് മൂവ് ചെയ്യണം. അതായത് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആണ്. ആ ഡിസ്റ്റൻസിലൂടെ നമുക്ക് 1 coulomb ഓഫ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 1 joule ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 voltലൂടെ മൂവ് ചെയ്യാൻ 1 voltലൂടെ 1 coulomb ചാർജ് മൂവ് ചെയ്യാൻ 1 joule ഓഫ് വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ V വോൾട്ടുള്ള ഒരു കണ്ടക്ടറിലൂടെ നമുക്ക് 1 coulomb ഓഫ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ജൂൾ വർക്ക് ചെയ്യേണ്ടി വരും? 1 volt ഉള്ളതിലൂടെ മൂവ് ചെയ്യാൻ 1 joule മതി. അങ്ങനെയാണെങ്കിൽ V വോൾട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളൊരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ V joule ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് അതെന്തിനാണ്? 1 coulomb ചാർജ് മൂവ് ചെയ്യാനാണ് നമ്മൾ V joule ഓഫ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 1 coulomb പകരം Q coulomb ഓഫ് ചാർജ്, അതായത് ഇപ്പോൾ ഇതൊരു ചാർജ് ഉള്ള അതിന് പകരം കുറച്ച് ചാർജ് കൂടുതലുണ്ട്. അപ്പോൾ അത് എത്രയാണ് നമ്മൾ അറിയാം. അപ്പോൾ Q എന്നുള്ളൊരു എമൗണ്ട് ഓഫ് ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? 1 മൂവ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് 1 V joule മതി. പക്ഷെ Q ചാർജ് മൂവ് ചെയ്യണമെങ്കിലോ Q × V joule ഓഫ് വർക്ക് നമ്മൾ അവിടെ ചെയ്യണം. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ Q × V. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് Q എന്നുള്ളൊരു എമൗണ്ട് ഓഫ് ചാർജ് ഒരു പെർട്ടിക്കുലർ V എന്നുള്ളൊരു വോൾട്ടേജ് ഡിഫറൻസിലൂടെ മൂവ് ചെയ്യാൻ നമ്മളൊരു വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇലക്ട്രിക് ഡിവൈസിനകത്ത് ആരായിരിക്കും വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ബാറ്ററി അല്ലേ. കാരണം ഈ ബാറ്ററി ആണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ഈ ചാർജിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാ? അല്ലെങ്കിൽ ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകാൻ കാരണക്കാരനാരാ? നമ്മുടെ ബാറ്ററി. അപ്പോൾ ഈ ബാറ്ററി അല്ല ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ആ വർക്ക് ചെയ്യണമെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പവർ കൊടുക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്.
ഈ ബാറ്ററി ഒരു പെർട്ടിക്കുലർ പവർ ഉപയോഗിക്കുന്നുണ്ടാവില്ലേ ഈ ചാർജിനെ പുഷ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം എന്ന് എഴുതാമല്ലോ. വർക്ക് എന്താ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തത്? Q ഇൻറ്റു വി. അപ്പോൾ നമ്മൾ പവർ എന്തായി? Q ഇൻറ്റു വി ബൈ ടി. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മുടെ ഇക്വേഷൻ Q ബൈ ടി ഇവിടെ അല്ലേ ഈ ഒരു ടേം Q ബൈ ടി. Q ബൈ ടി എന്താ? ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി I. അപ്പം നമുക്ക് ഈ ഒരു P എന്നുള്ള ഇക്വേഷൻ Q ബൈ ടിനെ I ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P ഈസ് ഈക്വൽ ടു I V അല്ലേ? അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പവർ അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പവർ ഒരു ടൈം ടി എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിൽ ഈ ഒരു പവർ കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്രയായി? ആ പവർ ഫോർ എ ടൈം പീരീഡ് ഓഫ് ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വി ഐ ടി എന്ന് എഴുതിക്കൂടെ? ഒരു ടൈം പീരീഡ് ടിയിൽ ആ പവർ സപ്ലൈ ആണ്. അപ്പം അത്രയും ഒരു ടൈം പീരീഡിൽ ഈ പവർ സപ്ലൈ ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ സാധനം ഹീറ്റ് ആവുന്നത് അല്ലേ? അതായത് ഒരു കണ്ടക്ടറിലൂടെ കുറച്ച് എമൗണ്ട് ഓഫ് ടൈം ഒരു പെർട്ടിക്കുലർ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുമ്പം ആ കണ്ടക്ടർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന പവർ ബാറ്ററിയാണ് ആ വർക്ക് ചെയ്യുന്നത്, അത് പെർട്ടിക്കുലർ പവർ കൊടുക്കുന്നുണ്ട്. ആ പവറിൻ്റെ വാല്യൂ എന്താണ്? വി ഐ ടി. അപ്പോൾ ഈ ബാറ്ററി കൊടുക്കുന്ന പവറല്ലേ ശരിക്കും ഇവിടെ ഹീറ്റായിട്ട് കൺവേർട്ട് ആവുന്നത് അല്ലേ? ആ പവറാണ് ഹീറ്റായിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ ഈ പവർ ഫോർ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ടി എന്നുള്ളത് നമുക്ക് ആ ഹീറ്റ് ജനറേറ്റഡ് ആയിട്ട് എഴുതിക്കൂടെ? കാരണം ഈ ബാറ്ററി ഒരു പെർട്ടിക്കുലർ പവർ യൂസ് ചെയ്യുന്നുണ്ട്, ആ പവർ വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഹീറ്റ് ജനറേറ്റ് ആവുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഈ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന വർക്കാണ് നമുക്ക് ശരിക്കും ഹീറ്റായിട്ട് ഇവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഹീറ്റ് ഈസ് ഈക്വൽ ടു വി ഐ ടി നമുക്ക് എഴുതാമല്ലോ. കാരണം ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ. ഹീറ്റ് ജനറേഷന് കാരണം ഇതാണ്. അപ്പം ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് അല്ല, ഒരു കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ നിക്രോം വയറുള്ള ഒരു ഹീറ്റ് ജനറേറ്റിംഗ് ഡിവൈസിനകത്ത് ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു ഇലക്ട്രിക് കറണ്ട് ഇൻറ്റൻസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ടൈമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ സെക്കൻഡ്സിലായിരിക്കണം എടുക്കുന്നത്, അത് മാറിപ്പോകരുത്. അപ്പോൾ നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് H ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് കിട്ടി. ഇനി ഇത് കുറച്ച് ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് എഴുതണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സിമ്പിളായിട്ട് നിങ്ങളിപ്പം ചിലപ്പം മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഫോമിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതി വെക്കാം. അതായത് ഓംസ് ലോൻ്റെ ആണെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് വി ഐ ആർ, അതേപോലെ ക്യു ഐ ടി. ഈ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓർക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ വി എടുക്കുകയാണ്, വി ഈസ് ഈക്വൽ ടു നേരെ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യാണ്, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇനിയിപ്പോൾ ഐ ആണ് എടുക്കുന്നതെങ്കിലോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? സെയിം വേ ആർ ആണെങ്കിലോ വി ബൈ ഐ. അതേപോലെ തന്നെ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി, ഐ എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി, ടി എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ ഐ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർത്തിരുന്നൂടെ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഈ ജസ്റ്റ് ഈ സാധനം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് പെട്ടെന്ന് കിട്ടും. ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും, അതായത് നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ടേംസ് വ്യത്യാസം വരും. ഇപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് തന്നെ നമ്മൾ നോക്കുകയാണ്, H ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇതിനകത്തുനിന്ന് ഇപ്പം വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആർ അല്ലേ? അപ്പോൾ ഈ വിക്ക് പകരം നമുക്ക് ഐ ആർ എന്നിട്ട് കൊടുത്തൂടെ?
വി എന്ന് പറഞ്ഞാൽ ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പോൾ ഐ ഇൻറ്റു ഐ സ്ക്വയർ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഈ എഴുതി കിട്ടും. ഇനിയിപ്പോൾ ഐ സ്ക്വയറിൻ്റെ ആർ ടി, ഐനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാം? വി ബൈ ആർ എന്ന് എഴുതാം. അപ്പം ഐനെ വി ബൈ ആർ എന്ന് എഴുതിയാൽ എന്തായി? വി ബൈ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അതെന്തായി? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഒരാറും കട്ടായി. അപ്പോൾ നമുക്ക് കിട്ടിയത് വി സ്ക്വയർ ടി ബൈ ആർ. അപ്പം നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് ഏതൊക്കെ രീതിയിൽ കിട്ടി? എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അതേപോലെ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ. അപ്പോൾ ഇത്രയും റിലേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പം വോൾട്ടേജും കറണ്ടും ടൈമും ആയിരിക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാം. ചിലതിൽ വോൾട്ടേജ് തരത്തില്ല, കറണ്ടും അതിനകത്തുള്ള റെസിസ്റ്റൻസും തരും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഇട്ട് കൊടുത്താൽ പോരാ, ഐ സ്ക്വയർ ആർ ടി. ഇനിയിപ്പോൾ കറണ്ട് തരാത്തൊരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ, അതിനകത്ത് വി സ്ക്വയർ ടി ബൈ ആർ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഈ റിലേഷൻസും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ട്രയാങ്കിളും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇനി ചില റെസിസ്റ്റൻസ് വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാകും, നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ്, അതായത് ഹീറ്റ് ജനറേറ്ററിൻ്റെ 3 കോമ്പിനേഷൻസ്, അതേപോലെ ക്യു ഐ ടി തമ്മിലുള്ള റിലേഷൻ, വി ഐ ആർ തമ്മിലുള്ള റിലേഷൻ, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഇനി പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻസ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഈ ഹീറ്റ് ജനറേറ്ററിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിനകത്ത് എങ്ങനെയാണ് ആ ഹീറ്റിംഗ് നടക്കുന്നതെന്ന്. അപ്പോൾ ആ രീതിയിൽ ഹീറ്റിംഗ് നടക്കുന്നതിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ബൈ പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. അതായത് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന വഴി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. അപ്പോൾ ഇതിന് പിന്നിലുള്ള ലോ എന്താ? ജൂൾസ് ലോ. അപ്പോൾ ജൂൾസ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡെഫിനിഷൻ എഴുതുകയാണെങ്കിൽ ജസ്റ്റ് എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഒരു ഡെഫിനിഷനിൽ ഈ ഒരു ഇക്വേഷനില്ലേ, ഈ ഇക്വേഷൻ നിങ്ങൾ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. അതായത് ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ എച്ച് എന്താ? ഹീറ്റ് ജനറേറ്റഡ്. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഈ 3 മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ പ്രൊഡക്റ്റ് എന്നല്ല പറയാം. പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഫോർ എ ടൈം പീരീഡ് ടി. ആ ഒരു ഈ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള നിങ്ങൾ വേർഡ്സിൽ എഴുതി വെക്കുക. അപ്പോൾ ജൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് എച്ച് കഴിഞ്ഞാൽ ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓർത്തിരിക്കുക. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറണ്ട്. അതിൽ ആ കണ്ടക്ടറിലുള്ള കറണ്ടിൻ്റെ സ്ക്വയർ ഓഫ് ദി കറണ്ട് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്? സ്ക്വയർ ഓഫ് ദി കറണ്ടും ആ കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസും അത് ഫ്ലോ ചെയ്യുന്ന ടൈമും, ഈ 3ൻ്റെയും പ്രൊഡക്റ്റാണ് ജൂൾസിൽ. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ നമുക്കിത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1 വേർഡ് പോലെ ചോദിക്കാൻ പറ്റുന്ന ചില കണ്ടീഷൻസാണിത്. അതായത് നമുക്കറിയാം ഹീറ്റ് ജനറേറ്റഡ് എച്ച് ഈസ് ഈക്വൽ ടു
I²RT ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇപ്പം ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ആറും ഒരു ഐയും ഫോർ എ ടൈം പീരീഡ് ടി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്? I²RT അല്ലേ. ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ സിറ്റുവേഷനിൽ കറണ്ട് അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് റെസിസ്റ്റൻസ് അവർ ഡബിളാക്കി, അതായത് R എന്നുള്ളത് 2R ആക്കി. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് എത്ര ആയി മാറും എന്നുള്ളത്, അതായത് എത്ര മടങ്ങ് കൂടും എന്നുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ I²RTയിൽ ആറിൻ്റെ സ്ഥലത്ത് നിങ്ങൾ 2R ഇട്ട് കൊടുത്താൽ പോരെ. അപ്പം I² × 2RT. അപ്പോൾ ഈ 2 നമ്മൾ പുറമെ എടുത്തു കഴിഞ്ഞാൽ എന്താ? 2I²RT. 2I²RT. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റെസിസ്റ്റൻസ് ഡബിളാക്കി കഴിഞ്ഞാൽ ഹീറ്റ് ജനറേറ്റഡ് എന്താവുന്നല്ലോ. അപ്പം എന്താണ് ഹീറ്റ് ജനറേറ്റഡ്? ട്വൈസ് ആയില്ലേ. അതായത് ആദ്യം I²RT ആയിരുന്നു, റെസിസ്റ്റൻസ് 2 ടൈംസ് ആക്കി കഴിഞ്ഞപ്പം ഹീറ്റ് ജനറേറ്റഡും 2 ടൈംസ് ആയിട്ട് കൂടി. ഇനി ചോദിക്കുകയാണ്, റെസിസ്റ്റൻസ് നമ്മളെ ഫസ്റ്റ് കണ്ടീഷനിൽ അതേപോലെ തന്നെ നിർത്തി, കറണ്ട് ഡബിളാക്കി. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ജനറേറ്ററിനകത്ത് എന്തായിരിക്കും ഡിഫറൻസ്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഈ I²RTയിൽ ഈ ഐൻ്റെ സ്ഥാനത്ത് നമ്മൾ 2I ഇട്ട് കൊടുത്താൽ പോരെ. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, I എന്നുള്ള സ്ഥലത്ത് നമ്മൾ 2I ഇട്ട് കൊടുക്കണം. അപ്പോൾ 2I മൊത്തത്തിലായിരിക്കണം നമ്മൾ സ്ക്വയർ ഇടേണ്ടത്, അല്ലാതെ 2 × I² എന്നല്ല എഴുതേണ്ടത്. I എന്നുള്ളൊരു ടേം കംപ്ലീറ്റ് ആയിട്ടാണ് ഡബിൾ ആവുന്നത്. അപ്പോൾ 2I²RT, 2² 4, അപ്പോൾ 4I²RT. അപ്പോൾ കറണ്ട് ഡബിൾ ആക്കിയപ്പോൾ എന്തായി? നമ്മളെ ഹീറ്റ് ജനറേറ്റഡ് 4 ടൈംസ് ആയി. അതായത് ആദ്യമുള്ളതിനേക്കാൾ 4 മടങ്ങ് കൂടുതലായി. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അതായത് റെസിസ്റ്റൻസ് ഹാഫാക്കി ആദ്യമുള്ളതിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എന്തായി? 1/2 I²RT ആവില്ലേ. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ വെച്ചു, കറണ്ട് ഹാഫാക്കി. അങ്ങനെയാണെങ്കിൽ എന്തായി? 1/4 I²RT ആയില്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ആറും ഐയും വെച്ചു, അതിനുശേഷം സെക്കൻഡ് കണ്ടീഷനിൽ റെസിസ്റ്റൻസ് ഒന്നെങ്കിൽ ഹാഫാക്കിയെന്നോ അല്ലെങ്കിൽ കറണ്ട് ഡബിൾ ആക്കിയെന്നോ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ഹീറ്റ് ജനറേറ്റഡ് ആദ്യമുള്ളതിനേക്കാൾ എത്ര മടങ്ങ് കൂടി അല്ലെങ്കിൽ എത്ര ടൈംസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആയി എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ ജസ്റ്റ് ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. അതിനകത്ത് ഏതാണോ ടേം മാറുന്നത് അത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഇതായിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. 3 ampere current is passed through an iron box that works on 230 volt. Calculate the heat produced in half hour. അപ്പം ഇതെന്താണ്? കാൽക്കുലേറ്റ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് അല്ലേ ചോദിച്ചത്. അപ്പം നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എച്ചിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അതായത് I²RT ഉണ്ട്, V²T/R ഉണ്ട്, VIT ഉണ്ട്. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ എച്ച് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? 3 ampere കറണ്ട്, അപ്പോൾ I തന്നിട്ടുണ്ട് അല്ലേ, 3 ampere. പിന്നെന്താ? 230 വോൾട്ട്, നമ്മുടെ വോൾട്ടേജ് വന്നിട്ടുണ്ട് 230 വോൾട്ട്. പിന്നെ ടൈം വന്നിട്ടുണ്ട് ഹാഫ് അവർ. അപ്പം ഐയും വിയും ടിയും ഉള്ള ഇക്വേഷൻ ഏതാ ഇതിനകത്ത്? ഇതല്ലേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട ഇക്വേഷൻ ഏതാ? H = VIT. VIT ഈ ഇക്വേഷനാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യം. പക്ഷെ നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം എന്താ? നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് ആംപിയറിലായിരിക്കണം, വോൾട്ടേജ് വോൾട്ടിലായിരിക്കണം, ടൈം സെക്കൻഡ്സിലായിരിക്കണം.
അവർ ചിലപ്പോൾ മിനിറ്റിൽ തരും, ചിലപ്പോൾ അവറിൽ തരും. അപ്പം നമ്മളൊക്കെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും? 30 മിനിറ്റ്സ് അല്ലേ? മിനിറ്റ്സിനെ സെക്കൻഡ്സിലേക്ക് ആക്കുക എങ്ങനെയാണ്? ഇൻറ്റു 60, അതായത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് അറിയാൻ തോന്നുന്നില്ലേ? അതായത് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 × 60 സെക്കൻഡ്സ്. അപ്പം 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 30 × 60 സെക്കൻഡ്സ്. അപ്പോൾ ഇത് എത്രയായി? 1800 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് ഐ കിട്ടി, വി കിട്ടി, ടി ഇൻ സെക്കൻഡ്സിലേക്ക് ആക്കി. അപ്പോൾ ഇനി ഹീറ്റ് ജനറേറ്റഡ് കണ്ടുപിടിച്ചൂടെ? H = VIT. അതായത് 230 × 3 × 1800. നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1242000 ജൂൾ. അത് ഈ ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ ജൂൾസിലാണ്. ഫൈനലി യൂണിറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത് ഒന്നെങ്കിൽ VIT തരും, അല്ലെങ്കിൽ IRT തന്ന I²RT ചെയ്യാം. VRT തന്നാൽ V²T/R വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 കണ്ടീഷൻസിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിലെ 3ഉം നിങ്ങൾക്ക് തരും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ഈ രീതിയിൽ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈം എപ്പോഴും സെക്കൻഡ്സിലെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. 0.4 ആംപിയർ കറണ്ട് passes through a bulb which work on 230 volt. Calculate the charge flow in 2 minutes. അതായത് ഒരു 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബൾബിനകത്ത് 0.4 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റിൽ അവിടെ സംഭവിക്കാവുന്ന ചാർജ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫ്ലോ ഓഫ് ചാർജ് എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയത്? Q അല്ലേ? ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ആയിരുന്നു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്, I × T. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I = Q/T. ഇതിനകത്ത് Q എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? അപ്പോൾ ചാർജ് ഫ്ലോ അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് Q ആണ് കിട്ടേണ്ടത്. ഐയും ടിയും തന്നിട്ടുണ്ടെങ്കിൽ Q = IT നമ്മൾ എഴുതി. I എന്താ തന്നിരിക്കുന്നത്? 0.4 ആംപിയർ. ഓക്കെ, ആംപിയറിലാണ്. ടൈമോ മിനിറ്റിലല്ലേ തന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതോ T എന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്കൻഡ്സിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്കത് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 മിനിറ്റ് × 60 ചെയ്ത് കഴിഞ്ഞാൽ ടൈം സെക്കൻഡ്സിലായി. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 48. പക്ഷെ യൂണിറ്റ് എഴുതണം. ചോദിച്ചാൽ എന്താ? ചാർജ് അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് എന്താ? കൂളം. 48 കൂളം ചാർജ് ആണ് നമുക്ക് 2 മിനിറ്റ്സിൽ 4 ആംപിയർ 230 വോൾട്ടിൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. നിങ്ങൾ വെറുതെ ആ 230 വോൾട്ട് എന്ന് കണ്ടിട്ട് ഇനി വോൾട്ടും ടൈമും ആംപിയറൊക്കെ തന്ന Hൻ്റെ ഇക്വേഷൻസിലേക്കൊന്നും പോകരുത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഏതാണെന്ന് നോക്കാം. ചാർജ് ഫ്ലോ ആണ്. ചാർജ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അവിടെ വോൾട്ടേജിൻ്റെ ആവശ്യമില്ല. തന്നതുകൊണ്ട് വെറുതെ കയറി ആലോചിക്കേണ്ട. ഈ വോൾട്ടേജ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ വോൾട്ടേജുള്ള ഇക്വേഷൻ ആണല്ലോ വേണ്ടതെന്നൊക്കെ. ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡാറ്റ തരും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നതിനകത്ത് ആവശ്യമുള്ള സാധനം മാത്രം എടുത്ത് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ബൈ.